തിരുവനന്തപുരത്ത് ആമയിഴഞ്ചൻ തോട്ടിൽ വീണ് കാണാതെയായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം മൂന്നാം പക്കം കിട്ടിയിരിക്കുകയാണ്. പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചി റോഡിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയുടെ മൃതദേഹം കാണാതെയായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചി റോഡിലെ കനാലിൽ മൃതദേഹം പൊങ്ങി. റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ജോയിയെ കാണാതെയായി 46 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കനാലിൽ പൊങ്ങിയത്. മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ്. എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും മൃതദേഹം ജോയിയുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ജോയിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഫയർഫോഴ്സ്, NDRF സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്താനായില്ല. ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘം സ്ഥലത്ത് തിരച്ചിലിലെത്തിയിരുന്നു. ഇന്നലെ രാത്രി മുതൽ അവർ സ്ഥലത്ത് പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് തകരപ്പറമ്പ് ഭാഗത്ത് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നുവെന്ന വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. ജോയിയുടെ ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് ഈ മൃതദേഹം ജോയിയുടേത് തന്നെയാണ് എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. ജൂലൈ 13 രാവിലെ 10 മണിയോടുകൂടിയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ അദ്ദേഹം മാലിന്യങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ജോയിയെ കാണാതെയായി. രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കടിയിൽ മുങ്ങിത്തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല. റെയിൽപാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇറങ്ങി പരിശോധന നടത്തിയത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല. ഒടുവിൽ 1.5 കിലോമീറ്ററിനപ്പുറം കനാലിൽ ഇന്ന് രാവിലെയോടുകൂടി മൃതദേഹം പൊങ്ങുകയായിരുന്നു.